ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന നേർക്കുനേർ പോരാട്ടത്തിൽ എൻഡിഎയ്ക്കും ബിജെപിക്കും കനത്ത തിരിച്ചടി. 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വൻ നേട്ടം. 13-ൽ 9 സീറ്റുകളും ഇന്ത്യ സഖ്യ പാർട്ടികൾ നേടി. 2 മാത്രമാണ് എൻഡിഎയ്ക്ക് ജയിക്കാനായത്. സിറ്റിംഗ് എംഎൽഎമാരുടെ രാജിയും മരണവുമാണ് ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് സംസ്ഥാനങ്ങളെ നയിച്ചത്. നേരത്തെ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ച 3 എംഎൽഎമാർ ഫെബ്രുവരിയിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിയെ പിന്തുണയ്ക്കുകയും പിന്നീട് രാജിവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന ഹിമാചൽ പ്രദേശിലെ 3 സീറ്റിൽ 2 കോൺഗ്രസ് നേടി. ഡെഹ്റയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യയുമായ കമലേഷ് ഠാക്കൂർ 9399 വോട്ടുകൾക്ക് ജയിച്ചു. നലഗഡ് മണ്ഡലവും കോൺഗ്രസ് നേടി. ഹാമിർപൂർ മണ്ഡലത്തിൽ സിറ്റിംഗ് എംഎൽഎയും ബിജെപി സ്ഥാനാർത്ഥിയുമായ ആശിഷ് ശർമ്മ 1571 വോട്ടുകൾക്ക് വിജയിച്ചു. ബിജെപി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ 2 മണ്ഡലങ്ങളും കോൺഗ്രസ് നേടി. ബദ്രിനാഥിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലഖ്പത് സിംഗ് ബുട്ടോല വിജയിച്ചു. മംഗളൂരിൽ കോൺഗ്രസിന്റെ ഖാസി മുഹമ്മദ് നിസാമുദ്ദീനും വിജയിച്ചു. പശ്ചിമ ബംഗാളിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന 4 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു. ഇതിൽ 3 സീറ്റ് ബിജെപിയുടേതും 1 സീറ്റ് തൃണമൂൽ കോൺഗ്രസിന്റെയും സിറ്റിംഗ് സീറ്റുകളായിരുന്നു. തമിഴ്നാട്ടിലെ വിക്രവണ്ടിയിൽ ഡിഎംകെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. സിറ്റിംഗ് എംഎൽഎ ഡിഎംകെയുടെ എൻ പുകഴേന്തിയുടെ നിര്യാണത്തെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഡിഎംകെയുടെ അണ്ണിയൂർ ശിവയാണ് വിജയിച്ചത്. മധ്യപ്രദേശിലെ അമർവാരയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ ബിജെപി സ്ഥാനാർത്ഥിയായ കമലേഷ് പ്രതാപ് ഷാ 3000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചു. കോൺഗ്രസിന്റെ സിറ്റിംഗ് എംഎൽഎ ആയിരുന്ന കമലേഷ് പ്രതാപ് ഷാ ബിജെപിയിൽ ചേർന്നതോടെയാണ് ഈ മണ്ഡലത്തിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. പഞ്ചാബിലെ ജലന്ധറിൽ ആം ആദ്മി പാർട്ടിയുടെ അഭിമാന പോരാട്ടം വിജയം കണ്ടു. ബിജെപിയിലേക്ക് ചേക്കേറിയ സിറ്റിംഗ് എംഎൽഎ ശീതൾ അങ്കുറലിനെ ആപ് സ്ഥാനാർത്ഥി മുഹീന്ദർ ഭഗത് തോൽപ്പിച്ചു. ബീഹാറിലെ രുപൌലിയിൽ നിതീഷ് കുമാറിന്റെ ജെഡിയുവിന്റെ സിറ്റിംഗ് സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് വെന്നിക്കൊടി പാറിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിയെ തുണച്ച സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസ് വിജയിച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ തുടർചലനങ്ങൾ സൃഷ്ടിക്കാൻ കരുത്തു പകരുന്നു എന്നാണ് വിലയിരുത്തൽ.